കണ്ണൂർ ADM നവീൻ ബാബു മരിച്ചിട്ട് 15-ാം തീയതി 1 വർഷമായി. അദ്ദേഹത്തിൻ്റെ മരണം വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു സംഭവമാണ്. കേരളത്തിലെ ജനങ്ങൾ ആ സംഭവം റിപ്പോർട്ട് ചെയ്ത് അന്ന് മുതൽ വളരെയധികം ആകാംക്ഷയോടെ അതിൻ്റെ സത്യസ്ഥിതി കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നും അത് എങ്ങും എത്തിയിട്ടില്ല. നവീൻ ബാബുവിൻ്റെ മരണം അത് സ്വയം ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയതാണ് എന്നെനിക്ക് തോന്നണില്ല. കാരണം സാഹചര്യം അങ്ങനെയാണ് അത് കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം ഒരു കൊലപാതകമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. തുടക്കം മുതലേ എന്നെപ്പോലെയുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അതിന് ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. നവീൻ ബാബുവിൻ്റെ അന്നത്തെ യാത്രയപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ. യാത്രയപ്പിന് കളക്ടറും ADM-ഉം അവിടുത്തെ സ്റ്റാഫും ഇരിക്കുന്ന സ്ഥലത്ത് അനധികൃതമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അവിടെ വന്നു ചേർന്ന് അവർ ചില വാക്കുകൾ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നവീൻ ബാബുവിനെതിരായിട്ട് പറഞ്ഞു. നവീൻ ബാബു കൈക്കൂലിക്കാരനാണ്, കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരത് ആഹ്ലാദം കൊണ്ടിട്ട് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതും കണ്ടു. നവീൻ ബാബു തൻ്റെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് അടുത്ത ദിവസം അവിടെ ചാർജ് എടുക്കേണ്ട ആളാണ്. തലേദിവസം രാത്രിയിൽ സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞിട്ട് അദ്ദേഹം 8:15 ട്രെയിന് പോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം പള്ളിക്കുന്നിൽ നിന്ന് അദ്ദേഹം ബാഗും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകളും എല്ലാം എടുത്ത് കാറിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന കണ്ടവരും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും ആ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ചെന്നപ്പം അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്, തനിക്ക് അടിയന്തരമായിട്ട് ഒരാളെ കാണാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ ഇറക്കിയിട്ട് പൊക്കോ. അദ്ദേഹത്തിൻ്റെ ബാഗുമായിട്ട് ഇറങ്ങിയെന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്ത് അദ്ദേഹം ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞുപോയി പൂട്ടി താക്കോല് ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് പോയ അദ്ദേഹം അവിടെ എങ്ങനെ വന്നു എന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ആണ് നമ്മൾ ഉറ്റുനോക്കിയത്. അതിനകത്ത് ചില കാര്യങ്ങളും പോസ്റ്റ്മോർട്ടത്തിലും ഇൻക്വസ്റ്റിലും ചില സുപ്രധാനമായ തെളിവുകൾ കിടക്കുന്നതാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോഴേ ഹൈക്കോടതിയിൽ നിന്നും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിച്ചില്ല. സുപ്രീം കോടതി പോയി, അവിടെ നിന്ന് നീതി ലഭിച്ചില്ല. ഇപ്പം കണ്ണൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അന്വേഷണത്തിലെ ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും വിശ്വാസമില്ല. പോലീസിൻ്റെ കണ്ടെത്തൽ തെറ്റാണ് എന്നാണ് അവരുടെ വാദഗതി. ഏതായാലും അഡീഷണൽ ജില്ലാ കോടതി കൊടുത്തിരിക്കുന്ന ആ പരാതിയിൽ സുപ്രധാനമായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആ പോസ്റ്റ്മോർട്ടം ഡോക്ടർ ഒരു കോമ്പിറ്റൻ്റ് ഡോക്ടർ അല്ല എന്ന് പറയേണ്ടി വരും. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വിസറ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ചെറുകുടൽ, വൻകുടൽ, ആമാശയം ഇതൊക്കെ പരിശോധനയ്ക്ക് അയക്കാനായിട്ട് പ്രിസർവ് ചെയ്തിട്ടില്ല എന്നാണ്. അത് അയച്ചെന്നും പറഞ്ഞിട്ടില്ല, അത് പ്രിസർവ് ചെയ്തിട്ടുമില്ല എന്നാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായത്. അവിടെ ആ ഡോക്ടർക്ക് തെറ്റുപറ്റി. മറ്റൊരു സുപ്രധാനമായ രേഖ, ഇൻക്വസ്റ്റ് സമയത്ത് അദ്ദേഹത്തിൻ്റെ അണ്ടർവെയർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജഡ്ഡി ഭാഗത്ത് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടു എന്നാണ് പറയുന്നത്. അത് ഇൻക്വസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ആ ASI അത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൻ്റെ അവിടെ രക്തം പറ്റിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അതൊരു ഗ്രോയിൻ ബ്ലീഡിംഗ് ആണ്. ഗ്രോയിൻ ഏരിയ നമ്മൾ മനസ്സിലാക്കിക്കോണം. നമ്മുടെ സ്വകാര്യ ഭാഗം, അത് വയറിൻ്റെ അടിവശം, നമ്മുടെ 2 കാലുകൾ ചേരുന്ന ഭാഗം, അതാണ് ഗ്രോയിൻ ഏരിയ, പ്രൈവറ്റ് ഏരിയ. അവിടെ മസിൽസ് വളരെയധികം ശക്തിയുള്ള മസിൽസാണ്. കാരണം വയറിൻ്റെ അടിഭാഗത്തെ മസിൽസ്
അതുപോലെ തന്നെ 2 കാലുകളുടെ തുടക്കത്തെ മസിൽസും അത് വളരെ റിജിഡാണ്. അതാണ് നമ്മളെ നടത്താനൊക്കെ സഹായിക്കുന്നത്. വളരെ ശക്തിയുള്ള മസിൽസാണ്. പക്ഷേ ആ ഭാഗത്തു നിന്നാണ് ബ്ലീഡിങ് ഉണ്ടായത്. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അത് നോട്ട് ചെയ്തിട്ടില്ല, അത് കണ്ടിട്ടില്ല, അതേപ്പറ്റി പറയുന്നില്ല. അതേ സമയത്ത് സത്യസന്ധനായ ASI താൻ പരിശോധിച്ചപ്പം, ആ ഇൻക്വസ്റ്റ് നടത്തിയ ASI പരിശോധിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകളെല്ലാം മാറ്റി നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ അവിടെ ബ്ലഡ് കണ്ടു. ചുമ്മാ ഒരു മനുഷ്യ ശരീരത്തിൽ ബ്ലഡ് ഒഴുകൂല. അത് എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടെത്തിയേ പറ്റൂ. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അത് പറഞ്ഞേ പറ്റൂ. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനെ ബലം പ്രയോഗിച്ച് മലത്തിൽ കിടത്തി അദ്ദേഹത്തിൻ്റെ ഗ്രോയിൻ ഏരിയയിൽ അവർ ചവിട്ടി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ബ്ലീഡ് ചെയ്യും, രക്തം പോവും. ആ ആൾ നമുക്ക് ആർക്കായാലും ചെടി അടിവയറ്റി ചവിട്ട് കിട്ടിയാൽ അതിന് പാടൊന്നും കാണില്ലെങ്കിലും അവിടെ പ്രസ് ചെയ്താൽ നമ്മൾ അബോധാവസ്ഥയിലേക്ക് പോകും. അൺകോൺഷ്യസായി അദ്ദേഹത്തിനെ കെട്ടിത്തൂക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയല്ല, ഒരു സൂയിസൈഡിൽ നമ്മൾ സാധാരണഗതിയിൽ 99% അവരുടെ സലൈവ, വായുടെ കെട്ട്, തലയുടെ കഴുത്തിൻ്റെ ഏത് വശമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വായുടെ നാക്കുകളും അല്ലെങ്കിൽ ഒരു കോണിക്കൂടെ സലൈവ, തുപ്പൽ ഒഴുകി താഴോട്ട് വീഴും. അതവിടെ കണ്ടില്ല. അപ്പോൾ അദ്ദേഹം സ്വയമായ പ്രവൃത്തി ചെയ്തു എന്ന് തോന്നുന്നില്ല. അത് പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ആ തലയിലെ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴുത്തിലെ കെട്ട് അത് അവിടുത്തെയുള്ള ചെറിയ ഒരു ചരടാണ്. അദ്ദേഹം വെളിയിൽ നിന്ന് ചരട് വാങ്ങിച്ചതായിട്ടെന്നറിയാം. അവിടുത്തെ ഒരു അഴയിൽ നിന്ന് ഉള്ള കയറാണ്, അത് പിഞ്ചിയ കയറാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം തൂങ്ങി മരിച്ചതെന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എത്ര കിലോ ഉണ്ട്, 56 കിലോ എങ്ങാണ്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ആ കയറ് താങ്ങില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയല്ല, വീട്ടിലേക്ക് ഭാര്യയും മക്കളും അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വരണം, അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിങ്ങൾ വന്നോളൂ, ഞാൻ അവിടെ നമുക്ക് ഒന്നിച്ച് പോകാം എന്ന് പറഞ്ഞ വ്യക്തി തീർച്ചയായിട്ടും ഭാര്യയോടും മക്കളോടും സ്നേഹമുണ്ടല്ലോ. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ അവർ വെറുതെ മേനക്കെട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരേണ്ട കാര്യമുള്ളൂ, ഞാൻ അങ്ങ് വന്നോളാം എന്നല്ലേ പറയുള്ളൂ. അതിന് പകരം അവരവിടെ വരുമെന്നും അവരെ അറിയിച്ചില്ല. പിന്നീട് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കൺട്രോൾ വിട്ട് കാര്യങ്ങൾ നടന്നു എന്നാണ് വരുന്നത്. ആരാണ് അദ്ദേഹത്തിനെ അവിടുന്ന് തിരിച്ചു കൊണ്ടുപോയത്? റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഏതെങ്കിലും കാറിലോട്ടാണ് കയറിപ്പോയത്? അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അയാൾ സത്യസ്ഥിതി പറയണം. കാരണം അയാളാണോ കൊണ്ടുപോയി അവിടെ തിരിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ വിട്ടത്? പറയട്ടെ. ആ വാതിലിൻ്റെ മുൻവശം പൂട്ട് പൊളിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ. രാവിലെ വന്നവർ നോക്കിയപ്പോൾ അത് തുറന്നു കിടക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ പോയാലും ശരി, ആരെങ്കിലും കാണൂല്ലോ എന്ന് വിചാരിച്ച് സാധാരണഗതിയിൽ നോർമലായിട്ട് ചിന്തിക്കുന്നവർ മുൻവശം പൂട്ടും, ജനലും വാതിലൊക്കെ അടച്ചിട്ടാണ് പലതും നമ്മൾ കണ്ടിരിക്കുന്നത്. ഇവിടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. കാരണം അദ്ദേഹത്തിനെ കൊന്നവർക്ക് തീർച്ചയായിട്ടും ഇറങ്ങിപ്പോണം, വാതിൽ ചാരാനേ കഴിയുള്ളൂ. എന്തായാലും വളരെ സംശയാസ്പദമായ ഒരു മരണം തന്നെയാണത്. പോലീസിന് അവിടെ പാളിച്ച പറ്റി എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ കേസ് ഒരു വെറ്ററൻ ഒരു പോലീസ് ഓഫീസർ അന്വേഷിച്ചെങ്കിൽ മാത്രമേ തെളിയുള്ളൂ. ആരോപണം വന്നിട്ടും അവിടുത്തെ SHO തന്നെ അന്വേഷണം കംപ്ലീറ്റ് ചെയ്ത് പോയതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അയാളെ അന്നേരം മാറ്റണമായിരുന്നു, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ വിടണമായിരുന്നു. അതൊന്നും ഇവിടെ നടത്തിയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റഡ് പാർട്ടി, താല്പര്യമുള്ളവർ ആരൊക്കെയോ ഉണ്ട്. പോലീസിലും ഉണ്ട്, റവന്യൂവിലും ഉണ്ട്. എന്തുകൊണ്ട് അത് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ, ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്നേ അന്വേഷിക്കാത്തതുണ്ട്? ധാരാളം ലാപ്സസ് ആ വീട്ടുകാർ പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ഞങ്ങളുടെ പ്രസൻസ് ഇല്ലായിരുന്നു, ഞങ്ങളെ വിളിച്ചു വരുത്തണമായിരുന്നു, 2-3 ദിവസം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരെ, എന്തിനാണ് ഇത്ര ധൃതി? ആരാണ് അത് ധൃതി കാണിച്ച്? ആരാണ് അതിൻ്റെ ലീഡർഷിപ്പ് എടുത്തത്? അതൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കാരണം വീട്ടുകാർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടത്തിക്കുള്ളൂ.
അദ്ദേഹത്തിന് FIR എടുത്തോളൂ, ഇൻക്വസ്റ്റ് നടത്തിക്കോളൂ, അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അവിടെ സൂക്ഷിക്കണ്ടേ? എന്തിനാണ് ധൃതി പിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തത്? ആർക്കായിരുന്നു അത് അവിടെ നാട്ടിൽ കൊണ്ടുപോകാൻ താല്പര്യം? അതിന് ലീഡർഷിപ്പ് എടുത്തവർ ഈ കേസിനകത്ത് പ്രതിയാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം വീട്ടുകാർ വന്നിട്ട് മതിയല്ലോ, ഒരാഴ്ചയോ 2 ആഴ്ചയോ നമുക്കവിടെ ആ ബോഡി നമുക്ക് കാത്തു സൂക്ഷിക്കാമായിരുന്നല്ലോ. അതിന് അവസരം കൊടുക്കാതെ ബലം പ്രയോഗിച്ച് വീട്ടുകാരുടെ സഹകരണമില്ലാതെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ട് എത്തിച്ചു. അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ആരാണ്? അവർക്കെന്തായിരുന്നു താല്പര്യം? അവരും തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടണം എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും അഡീഷണൽ ജില്ലാ ജഡ്ജി ഇതെല്ലാം പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്.